ब्रह्मचर्यव्रती दण्डी सर्ववेदान्तपण्डित ശ്രീമദ്വിവേകയോഗി മാം പ്രചോദയതു സർവദാ. ഈ പുതിയ വീഡിയോ സീരീസിൽ വിവേകാനന്ദ സ്വാമികളുടെ വാക്കുകളിൽ നിന്ന് സംഭരിച്ച അറിവിൻ്റെ വെളിച്ചത്തിൽ കർമ്മയോഗ ശ്ലോക സംഗ്രഹത്തിനെ വീണ്ടും ഒന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണ്. അതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഹൃദിസ്ഥമാക്കേണ്ടതായിട്ടുള്ള ഒരു വിവേകാനന്ദ സന്ദേശമുണ്ട്. ഓരോ ആത്മാവിലും ദിവ്യത്വം നിലീനമായിരിക്കുന്നു. അതിൻ്റെ ബഹിരാവിഷ്കരണമാണ് ജീവിത ലക്ഷ്യം. അത് ആന്തരികവും ബാഹ്യമായുള്ള പ്രകൃതിയെ നിരോധിച്ചിട്ടുകൊണ്ട് വേണം. അത് കർമ്മയോഗത്തിൽ കൂടിയോ ഭക്തിയോഗത്തിൽ കൂടിയോ രാജയോഗത്തിൽ കൂടിയോ ജ്ഞാനയോഗത്തിൽ കൂടിയോ ഒന്നും എല്ലാമോ ചേർത്ത് നമ്മൾ സാധിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം. അപ്പോൾ ഇതിൽ കൂടെയൊക്കെ സാധിക്കേണ്ടത് ഒരേ ഒരു കാര്യമാണ്. അതാണ് രസം. മനുഷ്യൻ്റെ ഉള്ളിലിരിക്കുന്ന ദിവ്യത്വത്തിൻ്റെ ബഹിരാവിഷ്കരണം. അപ്പം നമ്മുടെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള ദിവ്യമായൊരു ശക്തിയുണ്ട്. ആ ശക്തിയെ ഇന്ന് നമുക്ക് ബഹിരാവിഷ്കരിക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് എന്തോ ഒരു കപ്പലിനെ നങ്കൂരമിട്ട് ഇടിച്ചു വെച്ചേക്കണ മാതിരി നമ്മുടെ ജീവിതമാകുന്ന കപ്പലിനെ നമുക്ക് ഈ മഹാസമുദ്രത്തിലേക്ക് അങ്ങോട്ട് വിടാൻ സാധിക്കുന്നില്ല. അപ്പോൾ വിവേകാനന്ദ വാക്കുകളിൽ തന്നെ, വാണികളിൽ തന്നെ നമുക്ക് അതിനുള്ള ഉപദേശം നേടാം. അപ്പം ഈയിടെയായിട്ട് കുറച്ച് വീണ്ടും ആ വാണികളെ തന്നെ ഉപയോഗിക്കുമ്പോൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രാക്ടിക്കൽ വേദാന്തം, പ്രായോഗിക വേദാന്തം. വേദാന്തം എന്ന് പറയുന്നതല്ല വലിയ തത്വസംഹിത, അതിനെ എങ്ങനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു ഭാഗമാണല്ലോ ഈ മേൽപ്പറഞ്ഞിട്ടുള്ള സ്വാമിജിയുടെ വാണികൾ. ആ വേദാന്തത്തിനെ പ്രായോഗിക ജീവിതത്തിലേക്ക് ആവിഷ്കരിക്കുക എന്നതാണ്. വെച്ചാൽ സത്യം ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോഴാണ് നമ്മളുള്ള ദിവ്യത്തിനെ നമുക്ക് ബഹിരാവിഷ്കരിക്കുവാൻ സാധിക്കുക. നമ്മുടെ ഉള്ളിലുണ്ടായിട്ട് വേണ്ടേ? ഉള്ളിലുള്ള വെളിച്ചത്തിനെ അല്ലേ നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ആ ഉള്ളിലുള്ള വെളിച്ചത്തെ അറിയണം എന്നുണ്ടെങ്കിൽ അതിന് പല മാർഗങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. സ്വാമിജിയുടെ ചില നല്ല നല്ല ഒബ്സർവേഷൻസ് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കും തോറും എന്തെന്നില്ലാത്ത വ്യാപ്തിയുള്ള വാക്കുകളാണത്. ഈയിടെ കുറച്ച് നാളായിട്ട് അമൃത കുടുംബത്തിനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് വികാസമാണ് ജീവിതം, സങ്കോചം മരണമാണ്, എക്സ്പാൻഷൻ ഈസ് ലൈഫ്, കൺട്രാക്ഷൻ ഈസ് ഡെത്ത്. ആലോചിച്ച് ആഴത്തിൽ ചിന്തിക്കും തോറും അതിലെ എല്ലാം നമുക്ക് ഒതുക്കാനായിട്ട് സാധിക്കും. വികാസം എന്തിനാ നമ്മൾ വികസിക്കുന്നത്? വികസിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള പല മാലിന്യങ്ങളെയും നമുക്ക് നശിപ്പിക്കാൻ സാധിക്കുള്ളൂ. അതിന് പറ്റിയൊരു ഉദാഹരണമാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഒരു പഞ്ഞിക്കായ പൊട്ടിച്ച് കഴിഞ്ഞെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ വിത്തുകൾ വീഴും. നമ്മൾ കൂടുതൽ അതിനെ ഉലർത്തി എടുക്കും തോറും കൂടുതൽ മാലിന്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോകും. അവസാനം ആ കമ്പിയിലിട്ടിട്ടിങ്ങനെ ആ പഞ്ഞി വേർപ്പെടുത്തും തോറും അതിസുന്ദരമായി മൃദുലമായിട്ട് ഇവിടെ വികസിച്ച് വരുന്നതായിട്ടുള്ള പഞ്ഞി നമുക്ക് കാണാം. അതേമാതിരി നമ്മുടെ മനസ്സിൽ ഉറഞ്ഞു കിടക്കുന്നതായിട്ടുള്ള പല മാലിന്യങ്ങളുമുണ്ട്. കാമക്രോധ ലോഭ മോഹ മതമാത്സരികളെ ചുറ്റി നിൽക്കുന്നതായ പല തരത്തിലുള്ള ഓരോരുത്തരുടെയും അജ്ഞാനത്തിൻ്റെയും അവിവേകത്തിൻ്റെയും ഒക്കെ ഭാഗങ്ങളായിട്ട് പലതരത്തിലുള്ള മാലിന്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഊറിക്കിടക്കുന്നുണ്ട്. ആ മാലിന്യങ്ങളെ ജ്ഞാനത്തിനെ മറയ്ക്കുന്നു. അപ്പം ജ്ഞാനം അജ്ഞാനമായിട്ട് മാറും. ആ അജ്ഞാനം എന്തായി? വിവേകത്തിനെ മറിച്ച് അവിവേകമാക്കുന്നു. അപ്പം നമ്മുടെ പ്രവൃത്തികളും വാക്കും പ്രവൃത്തികളും എല്ലാം അവിവേകമായി തീരുന്നു.
അതിൽ നിന്ന് നമ്മുടെ ഹ്യൂമൻ ഇൻറ്ററാക്ഷൻസ്, മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ഇൻറ്ററാക്ഷൻസ്, അതിലെല്ലാം ഒരു ശുദ്ധി പോരാനുണ്ട്. അതുകൊണ്ട് പലതരത്തിലുള്ള ദുരന്തങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നു. ഇത് അത്ര സിമ്പിളാണ് വാസ്തവത്തിൽ. പക്ഷേ അവരവരുടെ മനസ്സിനെ അവരവർ ശുദ്ധമാക്കുക എന്ന് പറയുന്നത് വളരെയധികം വിഷമമുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ മഹാന്മാരായിട്ടുള്ള ഋഷിമാർ ഈ 4 മാർഗങ്ങൾ നമുക്ക് ഉപദേശിച്ചിരുന്നത്: കർമ്മയോഗം, ഭക്തിയോഗം, രാജയോഗം, ജ്ഞാനയോഗം. ഇതിലേത് ഉപയോഗിച്ചാലും നമുക്ക് മനസ്സിനെ ക്ലീൻ ചെയ്യാൻ സാധിക്കും. എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ചെന്ന് മുട്ടുന്നത് ഒരു ദിക്കിലാണ്. ഞാൻ, എൻ്റെ, എനിക്ക് എന്നതിൽ ഒട്ടി നിൽക്കുന്നതായ നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും അതിൽ നിന്ന് ഏർപ്പെടുത്തും. ഈ ഞാൻ എന്ന് പറയുന്നത് ഈ വെറും ഒരു നമ്മുടെ ഈ സാംസാരിക ശരീര ജീവിതമല്ല. അതിനുള്ളിലിരിക്കുന്ന അത്യത്ഭുതമായിരിക്കുന്ന ശക്തിയാണ് എന്നുള്ളൊരു ബോധം നമുക്ക് കൂടുതൽ കൂടുതൽ കൊണ്ടുവരണം. അപ്പോൾ അതിനെ കൊണ്ടുവരലത്ര എളുപ്പമല്ല. പതുക്കെ 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 നമുക്കതിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. അതിനുള്ള ഒരു ഏറ്റവും എളുപ്പമായിട്ടുള്ള പണിയാണ് കർമ്മയോഗം. കർമ്മയോഗത്തിനെ പറ്റി നമുക്ക് ആ വഴിക്ക് നമുക്ക് ആദ്യം ഒന്ന് ചിന്തിച്ചു നോക്കാം.